ഇപ്പൊ എല്ലാ നടന്മാരും തിരിച്ചറിവിന്റെ ഒരു ടൈമാണ്. ഇപ്പൊ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങി, കുറെ നാളിന് ശേഷമാണ് അജിത്തിന്റെ ഒരു നല്ല പടം വരുന്നത്. അതുപോലെ തന്നെ ലാലേട്ടന്റെ തുടരും ഇറങ്ങി ഹെവി തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് ലാലേട്ടൻ. അത് കഴിഞ്ഞ് സൂര്യയുടെ റെട്രോയിലൂടെ സത്യം പറഞ്ഞ സൂര്യ നന്നായി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. സിനിമയെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടാവും, പക്ഷെ സൂര്യ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പിത പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള പടത്തിലൂടെ ദിലീപേട്ടൻ വൻ തിരിച്ചറിവ് നടത്തിയിട്ടുണ്ട്. പടം ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ ദിലീപേട്ടൻ നന്നായി കൺട്രോൾഡായി അഭിനയിച്ചിട്ടുണ്ട്. ഓവറാക്കാൻ കുറച്ചുപേര് കൂട്ടത്തിന് ശ്രമിച്ചെങ്കിലും ദിലീപേട്ടൻ എവിടെയും വിട്ടുകൊടുക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ ദിലീപേട്ടൻ പടങ്ങളിൽ കാണുന്ന ചില സാധനങ്ങളുണ്ട്, എന്ന് വെച്ചാൽ ചളി കാണിച്ച് ചിരിപ്പിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മുന്നേ ഒരുപാട് നന്നായിട്ട് വർക്കൗട്ട് ആയ കാര്യം തന്നെയാണ്. കല്യാണരാമനായാലും കുബേരൻ, ഒരുപാട് പഴയ സിനിമകൾ എടുത്ത് ഇപ്പൊ കണ്ടാലും നമുക്ക് ശരിക്കും ദിലീപേട്ടൻ കാണിക്കുന്നത് കണ്ടാൽ ചിരി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള സിനിമകളിൽ ആ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പവി കെയർ ടേക്കറിലെല്ലാം അതൊക്കെ ഓവറായി കാണിച്ച് അത് ചളാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ പടത്തിലില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള കഥയാണ്. ദിലീപയുടെ പ്രിൻസ് നല്ലൊരു ക്യാരക്ടറായിട്ട് മാത്രമാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. എവിടെയും പഴയ ദിലീപിനെ കാണിക്കും അങ്ങനത്തെ സംഭവങ്ങളില്ല. അതെനിക്കൊന്നും നല്ലതാണ് ഇങ്ങനെ പഴയത് കാണിക്കാതിരിക്കുന്നത്. കാരണം നമുക്ക് ഫ്രഷ് ആയ സാധനം കിട്ടും. രണ്ടാമത് പഴയ സാധനം നോക്കി എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പടത്തിൽ ചളിയൊന്നുമില്ല, എന്നുവെച്ചാൽ സിറ്റുവേഷണൽ കോമഡീസ് മാത്രമേ ഉള്ളൂ. അത് നല്ല രസത്തിൽ തന്നെയാണ് തുടങ്ങിയത്. പ്രിൻസ് നല്ലൊരു ക്യാരക്ടറിനെ കാണിച്ചതും എല്ലാത്തിലും ഒരു പുതുമയുണ്ടായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നടി വരുമ്പോൾ, ചിന്നു എന്നുള്ള ക്യാരക്ടർ വരുമ്പോൾ പടം വേറെ രീതിയിലാണ്, വേറെ ട്രാക്കിലാണ് പോകുന്നത്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ആ ക്യാരക്ടർ. ഭയങ്കര റെലവെന്റ് ആയ ഒരു ടോപ്പിക് ആ സിനിമക്ക് എടുത്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യും, കൊള്ളുകയും എല്ലാം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അത് നല്ല വൃത്തി തന്നെ എടുത്തിട്ടുണ്ട്, സിനിമയിൽ പറഞ്ഞിട്ടുമുണ്ട്. ദിലീപേട്ടൻ്റെ ആദ്യത്തെ ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല മ്യൂസിക് ഒക്കെ വെച്ച് നല്ല ഒരു നൊസ്റ്റു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പിന്നെ ആ ക്യാരക്ടറിന് വേണ്ട ഒരു ഒതുക്കം, ആ ഒരു രീതി, ഒരു ഷൈനസ് എല്ലാം ആ ക്യാരക്ടറിൽ ദിലീപേട്ടൻ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ട്സിനോട് നിൽക്കുമ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോഴും അങ്ങനെ ഓരോ സമയത്തും നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ഉണ്ട് ദിലീപേട്ടൻ്റെ അച്ഛനായിട്ട്, നന്നായിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചിഞ്ചു റാണി എന്നുള്ള ക്യാരക്ടർ വന്നതിന് ശേഷമുള്ള സിദ്ദിഖിന്റെ ആക്ടിങ് എല്ലാം പൊളിയായിരുന്നു, ഒരു വൈബ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബിന്ദു പണിക്കറും എല്ലാം നല്ല കോമഡി ഉണ്ടാക്കിയ സീനുകളാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ അഭിനയിക്കണം എന്ന് ഇപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് തോന്നുന്നു. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരു ചെങ്ങായും കൂടി ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ജു പിള്ളയുണ്ട്, നല്ലൊരു ക്യാരക്ടർ റോളിൽ തന്നെയാണ്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മിസ്കാസ്റ്റ് ആയി, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടാതെ തോന്നിയ ഒരു കാസ്റ്റിംഗ് പറഞ്ഞാൽ ജോണി ആന്റണിയാണ്. ജോണി ആന്റണി ആണ് ദിലീപിന്റെ ഒരു കൂടപ്പറപ്പ്, ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള വലിയ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തത് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ക്യാരക്ടർ അജു വർഗീസിനെ പോലെ ഒരാളാ ചെയ്തതിനെ കുറച്ചുകൂടെ നന്നായേനെ. കോമഡിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചിരിപ്പിച്ചേനെ. ഇവരുടെ കോംബോ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് നേരെ കുറച്ച് ജോണി ആന്റണി സംവിധാനത്തിൽ ദിലീപ് അഭിനയിക്കുമ്പോൾ ഈ വഴിയൊന്നുമല്ല, സിനിമ വേറെ വൈബാണ്. പക്ഷെ ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് നടിയായിട്ട് ചിഞ്ചു റാണിയായിട്ട് എത്തിയ റാനിയ റാണ നല്ല കിണ്ണം കാഴ്ച അഭിനയാണ്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു വൈബ് പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സനൽദേവാണ്. അപ്പൊ അത് പഴയ ഒരു പടം കണ്ടൊരു ഫീല് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഴയ സ്റ്റൈല് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിടുത്തായിരുന്നു. അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയാണ്. ഷാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ, ആദ്യ രാത്രി, അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ജനഗണമന അതിൽ ഏറ്റവും ബെസ്റ്റായ ഒരു മൂവിയാണ്. ഇതിലോട്ടെത്തുമ്പം എനിക്ക് അത്രയും നന്നായി പറയാനില്ല. പക്ഷെ ആദ്യ രാത്രിനെക്കാട്ടും അല്ലെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യനെക്കാളും ബെറ്റർ സ്ക്രിപ്റ്റ് ആണ്. ഒരു കഥയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആണ് പടം. എന്ന് വെച്ചാൽ ഒരുപാട് നായകനെ പൊക്കിയടിക്കുക, വലുതാക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ വലിയ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഒരു മീഡിയം റേഞ്ചിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു സ്റ്റോറി കാണുന്ന ഫീലിംഗ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ ഹൈ പോസിറ്റീവ്സ് ആയ തമാശ, പ്രണയം, ഇതൊക്കെ സിനിമയിലുണ്ട്. ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഫാമിലി സ്റ്റോറി ഉണ്ട്. അപ്പൊ അത് കണ്ടിരിക്കാം, ഓക്കെ വാച്ചബിൾ എന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര അടിപൊളി ഞാൻ പറയില്ല, എന്നാൽ തീരെ മോശമല്ല. ആ ഒരു റേഞ്ചിലാണ് എനിക്ക് സിനിമ അനുഭവം തന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടോ? നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ? ദിലീപേട്ടൻ എങ്ങനെയുണ്ട്, ധ്യാൻ എങ്ങനെയുണ്ട്, നടി എങ്ങനെയുണ്ട്, റാനിയ എങ്ങനെയുണ്ട്, ദിലീപേട്ടൻ തിരിച്ചുവരവായിട്ടുണ്ടോ ഈ പടം? എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂയോ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.